ഒരു തൂമഞ്ഞിൻ വൈഡൂര്യൻ ഞാൻ പണയം വെച്ചപ്പോൾ അത് എടുത്തു തരാനായി പെണ്ണുമ്പോൾ അവൾക്ക് അതിനി കിട്ടാൻ പോകുന്നില്ലെന്ന് ആരെങ്കിലും ഇവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. കല്യാണം കഴിഞ്ഞിട്ടേക്ക് എത്തിയവൻ ഇന്നെടുത്ത് തരാമെന്ന് പറഞ്ഞ് പണയം വെച്ച സ്വർണ്ണങ്ങളൊന്നും കിട്ടാനേ പോകുന്നില്ല. അതൊരു യൂണിവേഴ്സൽ സത്യമാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. അവരൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും. കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ സ്വർണ്ണമെടുത്ത് പണയം വെച്ചത് അല്ലെങ്കിൽ വിറ്റ ആൾക്കാരെ പിന്നെ പറയണ്ട. വിറ്റത് 99% തിരിച്ചിട്ടാൻ പോലില്ല. അങ്ങനെ തിരിച്ചെടുത്ത് കിട്ടിയിട്ടുള്ളവർ അതിഭാഗ്യം ചെയ്തവരായ കണക്കിൽ കൂട്ടം വിടും. പണയം വെച്ച ആൾക്കാർക്ക് പിന്നും ഒരു സാധ്യത ഉണ്ട്. കാരണം പണയമായതിന് പലിശ അടച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് പിന്നും എടുത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വിറ്റ സ്വർണ്ണമാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പ്രതീക്ഷിക്കേണ്ടെന്നേ ഞാൻ പറയുന്നത്. അങ്ങനെ പണയം വെച്ചിട്ട് പോയ സ്വർണ്ണങ്ങളുള്ളവർ കമന്റ് സെക്ഷനിൽ ഒത്തുകൂടാവുന്നതാണ്. ഓ അവ ചാർത്തി എന്താണ് ചിരിക്കണമെന്നിട്ടത് ഓടിത്തഴമ്പിച്ചൊരു ഹലോ ഹലോ ബ്രോ ശിവസായനം ബ്രോ. ഓടിത്തഴമ്പിച്ച കാലുമായി ഞാൻ നടന്നു തഴമ്പിക്കാനായി. ഓടിത്തഴമ്പിച്ചൊരു കാലുമായി ഞാൻ നടന്നു തുടങ്ങിയല്ലോ. നടന്നു തഴമ്പിക്കുമ്പോൾ ഞാൻ ഇരിക്കാൻ തുടങ്ങുമല്ലോ. എന്തിനാ മൊന്നെ നീ ഇരിക്കുന്നത്? ഇരുന്ന് തഴമ്പു വരുത്താനായി. തഴമ്പു വരുത്താനായി ഇരിക്കും ഞാൻ. ഇരുന്നിരുന്ന് തഴമ്പാകുമ്പോൾ ഞാൻ കിടക്കുമല്ലോ. കിടക്കുന്നതെന്തിനാണ് മൊന്നെ എന്ന് ചോദിച്ചാൽ കിടന്നു തഴമ്പിക്കാനാണല്ലോ. പറന്നും കിടന്നും ഇരുന്നും ചാടിയും തഴമ്പ് മുഴുവൻ ആയല്ലോ. ഇനി എവിടേക്ക് ഞാൻ തഴമ്പ് വരുത്തും? നീ എവിടെയെങ്കിലും പോയി തഴമ്പു വരുത്തു. ഉള്ള തഴമ്പ് തന്നെ സഹിക്കാനാകുന്നില്ല. ഞാൻ എന്തൊക്കെ പാട്ട് പാടുന്നത് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്.